അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏതായാലും കുഞ്ഞേമത് കടന്നിങ്ങനെ ചാകും ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞേമീൻ്റെ രണ്ട് സൈഡ് കൂടിയുള്ള നരമ്പുണ്ടല്ലോ, കൗത്തുക്കുള്ള നരമ്പ്, ആ തലച്ചോറ്റക്കുള്ള നരമ്പ്, അതിങ്ങനെ പൊന്തിന് വീർക്കണത് കാണണം. അല്ലോ ഐ ഐ ഐ ഐ കുഞ്ഞർമ്മോ പറയടാ. ഇപ്പൊ ഇവരിങ്ങനെ ആത്മീയ ചൂഷണത്തിനെതിരെ അത് പറയാൻ എന്ത് ധാർമ്മികമായ യോഗ്യതയോടോ എ.പി. സമസ്തക്കാരെങ്ങൾക്കുള്ളത്? അതന്നെ പറഞ്ഞത്. ആത്മീയ ചൂഷണത്തിനെതിരെ എന്ത് ധാർമ്മികമായ ബാധ്യത, എന്താണ് യോഗ്യതയുടെ ഉള്ളത്? വല്ലാത്തൊരു യോഗ്യത. എന്ത് യോഗ്യതയുടെ അങ്ങക്കുള്ളത്? ബാക്കി പറ കുഞ്ഞാമോ. നമ്മളെ പണ്ടത്തെ ഒരാളുണ്ടല്ലോ, മറന്നില്ലല്ലോ നിങ്ങള്, നമ്മളെ മീൻ പൊരിക്കാൻ പോയ ആളുണ്ടല്ലോ, മീൻ പൊരിക്കാൻ പോയൊരു ചങ്ങായി, നമ്മളെ അൻസാരിക്കുട്ടൻ സുഹിരി, എളുപ്പല്ലേ ഉണ്ടല്ലോ അല്ലേ? അൻസാരി സുഹിരി ഉണ്ട്, മൂപ്പരുണ്ട് ഉണ്ട് കേട്ടോ, പോയിട്ടില്ല, ആളുണ്ട്. ഇജൊന്ന് പറയണ്ടെങ്കിൽ പറയാൻ കഴിച്ച് തല്ലൂടണ മാതിരി, തല്ലാൻ നിൽക്കണ മാതിരി ഇങ്ങനെ ചിലക്കല്ലേ, ഒന്നും പറയ വേഗം. മൂപ്പര് ഫ്രീസറിൽ മീൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, 2 മീനും കൂടി വെച്ചിട്ടുണ്ട്, ചീഞ്ഞിട്ടുണ്ടാവുകയാണോ ഒന്ന് നോക്കണ നല്ലതാ അൻസാരിയെ. കുഞ്ഞേമേ അതൊക്കെ അൻസാരി നോക്കിക്കോളേ, അത് അൻസാരി സുഖരിക്ക് ശരിക്കും നോക്കാൻ പേക്കും ചെയ്യും, പൊരിച്ചാനും പേക്കും, അടിപൊളിയായിട്ട് പൊരിച്ചും ചെയ്യും, അടിപൊളിയായിട്ട് ഫ്രീസറിൽ വെക്കാനും പേക്കും. അനക്കത് തിന്നാനല്ലാതെ വേറെ എന്തിനേലും പേക്കോ? ആൾക്കാരെ തിന്നാനും പേക്കും, മീൻ തിന്നാനും പേക്കും, എല്ലാത്തിനും വെച്ചല്ലോ. മൂപ്പരിപ്പണ്ട് ഇറങ്ങിക്കണം. അങ്ങനെ ഇറങ്ങിയാൽ പറ്റൂലല്ലോ, എന്താന്ന് നോക്കണല്ലേ നമുക്ക്. അതായത് ഇത്ര മാത്രം മാന്തളിന്റെ കണ്ണ് എന്നൊക്കെ പറയില്ലേ സാധാരണക്കാർ പറയലുണ്ട് ഈ മാന്തളിന്റെ കണ്ണ്, അത് കുരുവട്ടൂരികൾക്കാണ്, അത് ഭൂത്താനി ത്വരീക്കത്തേർക്കാണ്. ഒന്ന് അനക്കും, ഒന്ന് പമ്പേഴ്സിനും, ഒന്ന് നൗഷാദിനും. ഈ മാന്തളുടെ കണ്ണ്, നൗഷാദിന് നല്ലോണ്ട് മാന്തളുടെ കണ്ണ്. അനക്ക് കുറച്ച് കാഴ്ച കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. ആണോന്നോ? ഇരട്ടത്താപ്പ് 100 വട്ടം പറഞ്ഞാൽ മതിയോ? 10,000 വട്ടം പറയണ ഇരട്ടത്താപ്പ് എന്ന്. ഏകപക്ഷീയമായ നിലപാട് ഏകപക്ഷീയമായ നിലപാട്. ഇറങ്ങിയിട്ട് ചോദിക്കുക, എന്തേ കുഞ്ഞേമോ ചോദിച്ചത്? എന്താടാ ചോദിച്ചത്? ആത്മീയതക്ക് എന്തിനാടോ പ്രൊമോഷൻ? അല്ലടാ, പറഞ്ഞോടത്തും കാര്യല്ലേ, ആത്മീയതക്ക് എന്താ പ്രൊമോഷൻ എന്ന് ചോദിക്കണേലും കാര്യല്ലേ, അതിന്റെ ആവശ്യമില്ലല്ലോ. നേരത്തെ അൻവരി ഉസ്താദ് പറഞ്ഞില്ലേ, അൻവരി ഉസ്താദ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ പമ്പേഴ്സ് മൗലവിട്ടാ ഇവിടെ ഏതൊക്കെയോ മജ്‌ലിസ് നടക്കുന്നുണ്ട്, പല മജ്‌ലിസുകളും നടക്കുന്നുണ്ട്. അതിനൊക്കെ ഒന്നാണ് പറഞ്ഞു നോക്കുക. എന്നാൽ പിന്നെ ഓലൊക്കെ നമ്മളൊപ്പം കൂടുക നോക്കാലോ, ഭൂത്താനികളൊപ്പം. നമുക്കിപ്പോൾ ആ മജ്‌ലിസുമായിട്ട് ബന്ധമോ കാര്യങ്ങളോ നമുക്കില്ല. അടച്ചോൻ്റെ തോഫീക്ക് കൊണ്ട് എന്നോട് ബന്ധപ്പെടുത്തൂല്ല. പണ്ട് കുഞ്ഞൻ പറഞ്ഞ മാതിരി മാപ്പിളാര മാസം തൊപ്പിക്കുടോളം വട്ടത്തിൽ കണ്ടാലും ഞാൻ ഇനിയിപ്പോൾ അറിയില്ല പറഞ്ഞില്ലേ. കാരണം എന്താ, മാസം കണ്ട് പറഞ്ഞതാ വെച്ച അയാളെ പിന്നെ ഓരോ സാക്ഷി കൈരീതിനും പിടിച്ചുകൊണ്ടായപ്പോഴേ അയാൾ പറഞ്ഞു, മാപ്പിളാരെ മാസം ഇനി തൊപ്പിക്കുടോളം വലുപ്പത്തിൽ കണ്ടാലും ഞാൻ പറയില്ല പറഞ്ഞു. കാരണം അയാൾക്കൊരു വീഡിയോ എത്തിച്ചാലും കൂടി നേരം കിട്ടിയില്ല. ഇത് പറയാതിരിക്കലാ നല്ലത്. അതേസമയം അതിന് നടക്കുന്ന വിഷയങ്ങൾ, അതിന്റെ കൊടിമരം ഒന്ന് കെട്ടാനുള്ളൊരു പരിപാടി ഉണ്ട് കുരുവട്ടൂരികൾ എന്നൊരു ഡൗട്ടുണ്ട്. ഈ കൊടിമരത്തുമ്മക്ക് വല്ലാതെ വരുന്നുണ്ട്, തിരുപ്പഞ്ചി കൊടിമരത്തുമ്മയും വല്ലാതെ കയറിയിരിക്കണ്. പല ഓൺലൈൻ മുഫ്തികളുടെ കൊടിമരത്തുമ്മ കൂടിയും വല്ലാതെ കയറിയിരിക്കണ്. അപ്പോൾ കോമാട്ട് ചാനൽ അദ്ദൂൻ്റെ നേതൃത്വത്തിൽ ഒരു കൊടിമരം നാട്ടാനുള്ള പരിപാടി ഉണ്ടോന്നൊരു സംശയമുണ്ട്. അവിടെ നടക്കുന്ന പരിപാടിയുടെ ഓൺലൈൻ പ്രഭാഷണങ്ങളെ, അതിൽ നടന്ന അത്ഭുതങ്ങൾ അവർ പറയുന്നു, അവിടെ നടന്ന സംഭവങ്ങൾ പറയുന്നു. അത് ഓൺലൈൻ പ്രഭാഷണങ്ങളിൽ അല്ലാതെയും പറയുന്നുണ്ട്, അതിലും പറയുന്നുണ്ട്. അതിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ കുഞ്ഞാമോ. പിന്നെ എന്തേടാ പ്രശ്നം? എന്താണ് എനിക്ക് കുഴപ്പം എന്താന്ന് പറയേ? അതിനെ പറ്റിയിട്ട് ഇപ്പം ചോദിക്കുക, ആത്മീയതക്ക് എന്തിനാടോ പ്രൊമോഷൻ? അത് പ്രൊമോഷന്റെ ആവശ്യമുണ്ടോ? അത് നല്ലൊരു ഡോക്ടറാണെങ്കിൽ ആൾക്കാർ അവിടെ അങ്ങനെ വരൂലേ, വണ്ടി വെക്കാൻ പിന്നെ സ്ഥലം ഉണ്ടാവോ, ജന ബാഹുല്യാവൂലേ, അതിന് പ്രൊമോഷന്റെ ആവശ്യമുണ്ടോ? ആരാ ചോദിക്കണത്? ആരാ അങ്ങനെയൊക്കെ ചോദിച്ചേ കുഞ്ഞേമേ? ആരപ്പം അങ്ങനെയൊക്കെ ചോദിച്ചേ? അൻസാരി ചോദിക്കുക. ഞങ്ങളെ ചോദ്യം എന്താണെന്നറിയോ? ഇത് പറയാൻ അൻസാരി ആരാ? അൻസാരി പേരോടിന്റെ വലങ്കയ്യ. അൻസാരി പേരോടിന്റെ വലങ്കയ്യ, അതാണ് എനിക്കുള്ള പ്രശ്നം.
അൻസാരിക്കല്ല പ്രശ്നം, അൻസാരി പേരോടിൻ്റെ വലം കൈയായതാ പ്രശ്നം. പേരോടെന്ന് മാത്രം പറഞ്ഞു കണ്ടിച്ച് നിർത്തൂലല്ലോ, അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാനുണ്ടാവും പേരോട് ഉസ്താനെ. ഞങ്ങൾ പറഞ്ഞതല്ലോ, മുപ്പര് ഇവിടെ പോവുക, എവിടെ? കുറ്റ്യാടി. അല്ലാ, കുറ്റ്യാടിയിൽ ഞങ്ങൾ പോകൂലേ മോനെ? കുറ്റ്യാടി ഞങ്ങളെ മുത്തല്ലേ, ഞങ്ങളെ സത്തല്ലേ, ഞങ്ങളെ ചങ്കിലെ ചോരല്ലേ? അല്ലാ, കുറ്റ്യാടിയിൽ ആരാ ചേട്ടാച്ച്? ഞങ്ങളെ നേതാവല്ലേ കുറ്റ്യാടി. സിറാജുൽ ഹുദയിൽ പോയിട്ട് അവിടെ നിന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടല്ലോ. സിറാജുൽ ഹുദയിൽ പോയിട്ടൊക്കെ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഒരു തൗഫീഖ് ഉണ്ടാകാൻ, അത് തൗഫീഖ് തന്നെയാണ് കുട്ടി, അതൊരു തൗഫീഖ് തന്നെ അല്ലേ? ഇജ്ജ് എന്തേ കരുതിയത്? അവിടെ എല്ലാവർക്കും ഒന്നും കയറി പറ്റാൻ പറ്റൂല. പിന്നെ ഈ നയൽവാദിയായ ചെങ്ങാതിയെ നേൽവാദി എന്നൊന്നും പറഞ്ഞ് മാത്രം നിർത്തല്ലേ, പേരോടുസ്ഥാനെ പറയുന്നത് കേട്ടോ. നിയൽവാദി എന്നും പറഞ്ഞ് നിർത്തല്ലേ, ഞാൻ അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയേ. ഈ ദജ്ജാലായ മനുഷ്യനെ അങ്ങനെ പറയാം. ദജ്ജാലായ മനുഷ്യൻ ആരാറിയോ? ആരെയും പറയണറിയോ? ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിക്കൊണ്ട് രാപ്പകലില്ലാതെ പണിയെടുത്ത വലിയ മൗലാന പേരോടുസ്ഥാനെ സംബന്ധിച്ചായി പറയുന്നത് കേട്ടോ. ഈ ദജ്ജാല്, ഈ കുരുത്തം കേട്ടോ പറയുന്നതേ. സ്വീകരിക്കണ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടല്ലോ, അയാൾ അങ്ങനെ ഉസാറാക്കിയിട്ട്. പിന്നെ അയാളെ പറ്റി പറയണൊക്കെ ഉണ്ടല്ലോ. മൂപ്പരെ പ്രസംഗം കേട്ടിട്ടാണ് നമ്മള് ദർസി രംഗത്തേക്ക് തന്നെ ഇറങ്ങിയെന്നാ പറയണ. ആര്? അൻസാരി. അത് അൻസാരി മാത്രല്ല, ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പേരോടുസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടാണ് ഈ ദർസി രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അന്ന ദർസ് കൊണ്ടാക്കിക്കണം അങ്ങനെ ആവില്ല, കാരണം പേരിന്ന് തിന്നാൻ കിട്ടിയിട്ടാണ്. പേരിന്ന് തിന്നാൻ കിട്ടിയിരുന്നാ ഇനി എവിടെയെങ്കിലും പോയാണ്ട് തീട്ടം നക്കിക്കോട്ടെ വിചാരിച്ചു കാണ്ട് അന്ന അങ്ങനെ പറഞ്ഞാച്ചാണ് എൻ്റെ വാപ്പാന്നാ കേട്ടത്. ആ ഒരു സാധു മനുഷ്യൻ അങ്ങനെ പറഞ്ഞാച്ചാന്നാ കേട്ട വിവരം. ഒരു സാധു മനുഷ്യനാണെന്നുള്ള വിവരമാണ് ഇപ്പം തന്നെ എനിക്ക് കിട്ടിയത്. അപ്പൊ ഒഴിച്ചുകൂടാനാകാത്ത ആത്മീയ നേതൃത്വമാണല്ലോ പേരോട്. അതിലെന്താ സംശയം? ഒഴിച്ചുകൂടാൻ ഒരിക്കലും പറ്റാത്ത ആത്മീയ നേതൃത്വമാണ് മൗലാന പേരോട് ഉസ്താദ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഇജ് ചോദിക്കണത് അനക്ക് മനസ്സിലാക്കണേന്ന്, ഇജ് പറയണത് എന്താന്ന് അനക്ക് തിരിഞ്ഞിക്കണോ? ഈ പേരോടിനെ ആത്മീയ നേതാവായി അംഗീകരിക്കുന്ന, പേരോടിനെ വാനോളം പുകഴ്ത്തുന്ന ഈ അൻസാരിക്കുട്ടന് എങ്ങനെ ഇത് പറയാൻ കഴിയും? ഞങ്ങൾ പേരോട് ഉസ്താദിനെ വാനോളം പുകഴ്ത്തും. ഞങ്ങളെ പേരോട് ഉസ്താദ് ഞങ്ങൾക്ക് വലിയ മുത്താണ്, മാണിക്കക്കല്ല് പുകലാണത്. അറിയിച്ച് ഞങ്ങൾക്ക് എടാ, എനിക്ക് ശരിക്കും കുഞ്ഞേമതേ അനക്കൊക്കെ പിന്നെ മൗലാന പേരോട് ഉസ്താദിൻ്റെ ഏതെങ്കിലും ഒരു രോമത്തിൻ്റെ ഒരു പൊട്ടാകാൻ കഴിയോ? ശരീരത്തിലുള്ള രോമങ്ങൾ മുഴുവനോട് എടുത്തിട്ട് ഒരു രോമത്തിൻ്റെ പൊട്ടാകാൻ എന്നെ കൊണ്ട് കഴിയോ? ഞേമതേ കഴിയൂല. അത് മനസ്സിലാക്കിക്കോ. അതാണ് മൗലാന പേരോട് ഉസ്താദ്. മൗലാന പേരോട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ എന്താ ചിട്ടാജ്? മുഴുവൻ പണ്ഡിതന്മാരും സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ആശീർവദിച്ചാളാ, ഷംസുൽ ഉലമ ആശീർവദിച്ചാളാ, MA ഉസ്താദ്, താജുൽ ഉലമ, ഇങ്ങനെ കഴിഞ്ഞു പോയ മുഴുവൻ പണ്ഡിതന്മാരും ആശീർവദിച്ച ഒരു വലിയ മഹാപണ്ഡിതനാണ് മൗലാന പേരോട് ഉസ്താദ്. പേരോട് ഉസ്താദ് വായിൽ മുത്തയിലാണടാ. പറയണതേ പഠിച്ചതേ പറയൂ, പറയുന്നതേ പ്രവർത്തിക്കൂ, പ്രവർത്തിക്കുന്നതേ പറയൂ. മനസ്സിലായോ? അങ്ങനത്തെ ഒരു പണ്ഡിതനാണ് മൗലാന പേരോട് ഉസ്താദ്. ഇജ അങ്ങനല്ല. ഇജ ആരാ? ഇജ എങ്ങനെയാണെന്ന് എനിക്കറിയോ? ഇജ് ചെറുപ്പത്തിലേ എൻ്റെ പണി എന്താ അറിയിച്ച്? കള്ള ഡാഷിൻ്റെ പരിപാടിയിലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഫുള്ള് കിട്ടിയിരിക്കണേ, വിവരം കിട്ടിയിരിക്കണേ. എൻ്റെ സ്വന്തം സുഹൃത്ത് വിളിച്ചിട്ടുണ്ട്. എൻ്റെ ഒപ്പം കടന്ന സുഹൃത്ത് വിളിച്ചിട്ടുണ്ട് എന്നോട്. കാര്യങ്ങൾ മുഴുവനും തുറന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലായോ? എന്നിട്ട് എല്ലാ RSSൻ്റെ ആളുകളുമായിക്കൊണ്ടും RSSൻ്റെ ശാഖയുമായിക്കൊണ്ടും വലിയ ബന്ധം. ഇങ്ങനെ ഗുണ്ടകളെയും വെച്ചുകൊണ്ട് വലിയ ഓരോ തമ്മാടിത്തരത്തിന് നടക്കുക. ഇങ്ങനെ എന്തെല്ലാം ചെയ്തിട്ടുണ്ടടാ. എൻ്റെ ഓരോ ചെയ്ത സംഭവത്തിൻ്റെ വീഡിയോകളും ഇവിടെ നമ്മളെ കയ്യിലെത്തിയിട്ടുണ്ട്. എന്താ കരുതിയത്? ഇത് പല ആളുകൾക്കും യൂട്യൂബിൽ ഇടണം, ഫേസ്ബുക്കിൽ ഇടണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല. അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർ നമ്മൾ ഈ നമ്പർ വെച്ച് ചെയ്തതുകൊണ്ട്
പല ആളുകളും വിളിച്ച് എൻ്റെ സ്വന്തം സുഹൃത്തുക്കളും കുടുംബങ്ങളിൽ നിന്നും പലയിടത്തു നിന്നും വിളിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് പല റിപ്പോർട്ടുകളും തന്നിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തത് തന്നെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ ആദി പോക്കിലാണ് ഇത് പോകുന്നത് എങ്കിൽ മുഴുവനോടും അതിന് എന്ത് വന്നാലും ശരി, എന്ത് വന്നാലും ശരി, നല്ലോണം മനസ്സിലാക്കിക്കോ. മൗലാന പേരോട് ഉസ്താദിൻ്റെ മൂത്രം ചാടിക്കിടക്കാൻ ഈജല്ലടാ, എൻ്റെ കുരുവട്ടൂരല്ലടാ, എൻ്റെ കോമാട്ടുചാലിൽ അതുമല്ല, മീനങ്ങാടി സുലൈമാനല്ല, നിങ്ങൾ എല്ലാവരും പാടെ 10,000 കോടി വട്ടം ജനിച്ചാൽ പോലും നിങ്ങളെ കൊണ്ട് പേരോട് ഉസ്താദിൻ്റെ മൂത്രം ചാടിക്കിടക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കിക്കോ. അതാണ് പേരോട് ഉസ്താദ്, അതാണ് ഞങ്ങളെ പേരോട് ഉസ്താദ്, മൗലാന പേരോട് ഉസ്താദ്. ഇനി എങ്ങാനും ആജാതി രൂപത്തിലൂടെ വന്നാൽ ഇൻഷാ അല്ലാഹ് രംഗങ്ങൾ മുഴുവനും ഇവിടെ റെക്കോർഡ് സഹിതമുണ്ട്, ഒക്കെ പുറത്തു വിടും. അറിയട്ടെ, ജനങ്ങൾ അറിയട്ടെ ഇത്രയും വൃത്തികെട്ടവന്മാരാണ് കോമാട്ടുചാലിൽ അദ്ദൂൻ്റെ ഒപ്പം ഉള്ളത്. അദ്ദൂൻ്റെ ഒപ്പം കൂടിയിരിക്കുന്നത് മുഴുവനും ഒക്കെ മെൻസസിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രഹണം പിടിച്ച നേരത്തോ അതല്ലെങ്കിൽ വേരിയാടിയൊക്കെ ഉണ്ടായതാണെന്നുള്ളത് മനസ്സിലാക്കിക്കോട്ടെ, ഓരോരുത്തരും മനസ്സിലാക്കട്ടെ. അതല്ലാതെ എന്ത്? കാരണം വലിയ വലിയ പണ്ഡിതന്മാരെ കൂട്ടരെ ഈ പറയുന്നത്. ഇവൻ തലീകെട്ടുണ്ട്, താടിയുണ്ട്, വെള്ളക്കുപ്പായുണ്ട്, വലിയ സംഗതിയാണ്. പക്ഷേ സ്റ്റേജിൽ കയറിയിട്ട് കേരളത്തിൻ്റെ ഏറ്റവും വലിയ വലിയ പണ്ഡിതന്മാരെ സ്റ്റേജിൽ കയറിക്കൊണ്ട് ഏതെങ്കിലും കള്ളത്തൊരീക്കത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് വിചാരിച്ച് പണ്ഡിതന്മാരെ തെറി പറയുകയാ. എന്താ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്?